ഇവിടെ തന്നെ അവൻ തെറി വിളിച്ചിട്ട് പോയത് പ്രസംഗിക്കുന്ന സമയത്ത് ഇവൻ വണ്ടി വന്ന് ക്രോസിലിട്ടിട്ട് അവന്റെ വണ്ടിയാണ് വണ്ടി ഹാൻഡ് ലോക്ക് ആക്കി ഇട്ടിട്ട് അവിടെ നന്നായി തെറി വിളിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്തു. കൊല്ലുമെന്ന് പറഞ്ഞു, എല്ലാവരും അടിക്കുമെന്ന് പറഞ്ഞു, ഒന്നും തള്ളുണ്ടായി. അവസാനം ഞങ്ങള് എങ്ങനെയോ അവന് ഒരു വസ്തു അവന് തർക്കിക്കുന്ന സമയത്ത് അവന്റെ വണ്ടി പിടിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ടാണ് ഞങ്ങൾ പര്യടനം 10 മണിക്കൂർ എത്തുന്നുണ്ട്. ഞങ്ങൾ ഒരാളെ ചാവി എടുക്കൊണ്ടുപോയി ഞങ്ങളൊരു പ്രവർത്തനം പിടിച്ച് സാർ ഒരു മിനിറ്റ്, അതിനകത്ത് പരാതിയുണ്ട്, അതിനകത്ത് ആക്ഷൻ എടുക്കണം. അതുപോലെ ഞങ്ങളുടെ റൂട്ടിന് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കൊലവിളിയാണ്. ഈ ബോർഡുകൾ ആ പരിസരത്ത് സ്ഥിരമായി നശിപ്പിക്കുന്ന ഒരാളാണ്. ഇയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. മറ്റുള്ള CPM പ്രവർത്തകർ പോലെയുള്ള ഇയാളെ റിട്ടേൺ ആയിട്ട് പരാതി. 2 ദിവസം മുന്നേ ഞാൻ അവിടെ ബോർഡ് നശിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചു. ധർമ്മടം മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നതിനിടെയാണ് VP അബ്ദുൾ റഷീദിനും UDF പ്രവർത്തകർക്കും നേരെ ആക്രമണമുണ്ടായത്. കൈതപ്രത്തെ സമാപന പരിപാടി കഴിഞ്ഞ് മുഴപ്പാലയിലേക്ക് മടങ്ങുന്നതിനിടെ ഒരു സംഘം CPM പ്രവർത്തകർ ആസൂത്രിതമായി തടയുകയും കൈയേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതി. സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് മുന്നിൽ പോയിരുന്ന പ്രചാരണ വണ്ടി തടഞ്ഞുവെച്ചതായും ഇത് ചോദ്യം ചെയ്ത തന്നെ അക്രമികൾ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തതായി അബ്ദുൾ റഷീദ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ അക്രമം നടക്കുന്നതെന്ന് അബ്ദുൾ റഷീദ് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മടം നിയോജകമണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ ഇന്ന് പര്യടനം നടത്തവേ അഞ്ചരക്കണ്ടിയിൽ നിന്ന് കൈതപ്രം വഴി സമാപന സമ്മേളനമായ മുഴപ്പാല എത്തുന്നതിന് മുമ്പ് കൈതപ്രത്ത് CPMന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ കുറേ ദിവസങ്ങളായി പ്രശ്നമാണ്. ഞങ്ങൾ നിരന്തരമായി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോസ്റ്റർ നശിപ്പിക്കുന്നു, ബോർഡ് നശിപ്പിക്കുന്നു. ഇന്ന് സംഭവിച്ചത് ആ കൈതപ്രത്തേക്ക് വരുന്ന വഴിക്ക് കൈതപ്രം മുഴപ്പാല എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു വളവിൽ വെച്ച് ഞങ്ങളുടെ പ്രചരണ വാഹനം തടയുകയും മുന്നിലുണ്ടായിരുന്ന പ്രചരണ വാഹനം തടഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് ഇറങ്ങി എന്താണ് സംഭവിക്കാൻ അവിടെ ഉന്തും തള്ളും, വ്യാപകമായി ഉന്തും തള്ളും ബഹളവും നടന്നു. രൂക്ഷമായ തെറിവിളിയായിരുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെപ്പോലും പിടിച്ചു തള്ളുകയും രൂക്ഷമായി തെറിവിളിക്കുകയും കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും അതുപോലെ തന്നെ കൊല്ലുമെന്ന് പറയാണ്. സ്ഥാനാർത്ഥി എല്ലാവരെയും കൊല്ലും, ഒറ്റ ഒന്നിനെ വെറുതെ വിടില്ല, അതാണ് ഡയലോഗ്. എന്നിട്ട് ഈ CPMന്റെ ക്രിമിനൽ ഒരു സംഘം ക്രിമിനലുകളാണ് അതിന്റെ പുറകിലുണ്ടായിരുന്നത്. അതിലൊരാൾ വന്ന് വാഹനം ഞങ്ങളുടെ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹത്തിന്റെ ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്തിട്ടുകൊണ്ട് വാഹനം പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 1/4 മണിക്കൂറോളം അവിടെ വാഹനം തടഞ്ഞിട്ടു. ഞങ്ങളുടെ പ്രവർത്തകർ അടിച്ചു, ഞങ്ങളെ പിടിച്ച് തള്ളി. ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾക്ക് പ്രചരണ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇത് ബോധപൂർവമാണ്. സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കാനുള്ള പദ്ധതിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പ്രകമ്പനം സൃഷ്ടിക്കുമ്പോൾ ആക്രമിച്ച് ഞങ്ങളെ കായികമായി കീഴ്പ്പെടുത്തി ഞങ്ങളെ മാരകമായി മുറിവേൽപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും UDF തളരില്ല. ഇത് പിണറായി വിജയന്റെ ഗൂഢാലോചനയാണ്. പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം നൽകി ഞങ്ങളുടെ പ്രചരണത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇത് തീക്കളിയാണ്. ഞാൻ പിണറായി വിജയനോടും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളോടും പറയുന്നു, ഇത് മോശമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ ജയിക്കുമെന്ന ഘട്ടം വരികയാണ്. ധർമ്മടത്ത് വലിയ ആവേശമാണ്. ജനങ്ങൾ മുഴുവൻ ഇളകിയിരിക്കുകയാണ്. പിണറായി വിജയന് വേടനെയും അതുപോലെ തന്നെ കമലഹാസനെയും വരെ കൊണ്ടുവരേണ്ട ഗതികേടുണ്ടാകുമ്പോൾ ഞങ്ങളുടെ പ്രചരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിപൂർവമായ ഒരു സമീപനം ഇതിനകത്തുണ്ടാകണം. പോലീസ് ഇന്നലെയും ഇനിയാന്ന് ഞങ്ങൾക്ക് എസ്കോർട്ട് ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ശക്തി കേന്ദ്രങ്ങളിൽ ഏത് സമയവും ആക്രമിക്കപ്പെടുമെന്ന ഭയത്തോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ പ്രചരണം നടത്തുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും തളരില്ല. ഇത് പോലീസ് നടപടിയെടുക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ധർമ്മടത്ത് സ്വതന്ത്രമായി പ്രചരണം നടത്താൻ ഞങ്ങൾക്ക് സാഹചര്യമൊരുക്കണം. ഈ വാഹനം പെർമിറ്റ് എടുത്ത് ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തിയ പ്രചരണ വാഹനം തടഞ്ഞ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇതിന്റെ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ എല്ലാ തെളിവും പോലീസിന് കൊടുത്തിട്ടും ഈ സമയം വരെ നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കും. CPMന്റെ സ്വാധീന മേഖലകളിൽ കോൺഗ്രസിന്റെ ബോർഡുകൾ നശിപ്പിക്കപ്പെടുന്നതായും പ്രവർത്തകർ ഭീഷണിയുടെ നിഴലിലാണെന്നും അദ്ദേഹം ആരോപിച്ചു.
തോൽവി ഭയന്നാണ് CPM ആക്രമണ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതെന്നും എന്നാൽ ഇത്തരം ഭീഷണികൾ കൊണ്ട് തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കമൽഹാസൻ, വേടൻ തുടങ്ങിയ പ്രമുഖരെ പ്രചാരണത്തിന് എത്തിക്കുന്നത് ചൂണ്ടിക്കാട്ടി എന്ത് ചെയ്താലും ധർമ്മടത്ത് മുഖ്യമന്ത്രിക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്ഥാനാർത്ഥികൾക്ക് സഞ്ചരിക്കാനും വോട്ട് ചോദിക്കാനുമുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ ഗൗരവകരമാണ്. ആക്രമണ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ജനവികാരം മണ്ഡലത്തിൽ ഉണ്ടെന്ന് UDF വ്യക്തമാക്കുന്നു. സമാധാനപരമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.